ഇപ്പൊ ഈ പറഞ്ഞ അന്നത്തെ റിവ്യൂ പറഞ്ഞ ആണേലും അന്നത്തെ ദേഷ്യത്തിന് പുള്ളി അങ്ങ് പറയും. ഏതാ പറഞ്ഞ പടത്തിനകത്ത് അഭിനയിച്ചു. അന്നുമായിട്ട് പുള്ളിക്ക് അത്രയ്ക്കും കൂടി ഇഷ്ടപ്പെട്ടില്ല എന്തോ. അതിനകത്ത് ഒരാൾ മിസ്ബിഹേവ് ചെയ്തിട്ടുണ്ട് ആറിന്റെ അടുത്ത്. ആ പ്രൊഡക്ഷനിലുള്ള ബാഡ് ബോയ്സ് കണ്ടിറങ്ങിയപ്പോ അയാൾ പറഞ്ഞോ അയാൾ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് പിറ്റേ ദിവസം പറഞ്ഞു പിന്നെ അന്നത്തെ മൂഡ് ഞാൻ അങ്ങ് ബാഡ് റിവ്യൂ പറഞ്ഞതാ. പെട്ടെന്ന് പിണക്കൊക്കെ മാറും. എന്നെ മിക്കവാറും ആഴ്ചയിൽ ഒരു 3 ദിവസം അടി ഉണ്ടാക്കാറുണ്ട്. എല്ലാ ദിവസവും വിളിക്കും രാവിലെ. ഞാൻ വേണേ കാണിക്കാം. രാവിലെ നമ്മൾ കിടക്കുമ്പോ എഴുന്നേൽപ്പിക്കുന്ന ആളാ. അതാണ് ഇന്ന് തന്നെ നോക്ക് എത്ര കോളാ നോക്ക്. ഇന്ന് രാവിലെ തുടങ്ങിയ കോള് ഇന്നലെ ഉണ്ട്. എപ്പോഴും രാവിലെ 8:15 ഞാൻ അലാറം വെക്കേണ്ട ആവശ്യമില്ല. കഥയിലൊക്കെ പൊട്ടും. എന്റെ സ്വഭാവം എന്റെ സ്വഭാവം മമ്മൂട്ടി പോലെയാണ്. എന്റെ സ്വഭാവം മമ്മൂട്ടിയുടെ പോലെയാണ്. പെട്ടെന്ന് ദേഷ്യപ്പെടും, പിന്നെ മറക്കും. നമുക്ക് വൈരാഗ്യമൊന്നും ഇല്ല. ദേഷ്യപ്പെടും, കുറച്ചേ മറക്കും. ഞാൻ ടൈപ്പല്ല. ഒരു ദിവസം രാവിലെ ഞാൻ നോക്കുമ്പോ എന്റെ ഡോർ പുറത്തുനിന്ന് പൂട്ടിയേക്കുന്നു. എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. പുറത്തുനിന്ന് പൂട്ടി ആരോ. ഞാൻ ഓർത്ത് എന്ത് പറ്റി. അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ ഇന്നലെ എന്റെ 2 കവർ ഉണ്ടായിരുന്നു. അതുള്ളത് കൊണ്ട് ഞാൻ ഡോർ തുറന്നിട്ട് ഈ കവർ അകത്ത് വെച്ചിട്ട് തിരിച്ചു വന്നപ്പോ ഞാൻ ഈ കീ വെച്ചത് മറന്നു പോയിട്ട് അടച്ച് കിടന്നുറങ്ങി. കീ പുറത്തിരിക്കുക. അപ്പൊ രാവിലെ അവിടുത്തെ പിള്ളേർ സെറ്റ് എല്ലായിരിക്കും ഇത് പൂട്ടിയിട്ടിട്ട് ചേട്ടന്റെ വീട് ഏതെങ്കിലും തുറന്ന് കണ്ടാന്ന് പൂട്ടിയിട്ടിട്ട് ഈ മണ്ടന്മാർ ആരായി കീ അവിടെ വെച്ചിട്ട് പോയെന്ന് എനിക്കറിയത്തില്ല. ഇത് പൂട്ടിയിട്ട് കീ അവിടെ വെച്ചിട്ട് പോയാൽ വേണേ എല്ലാവർക്കും തുറന്ന് കയറാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ ആ കീ വെച്ചെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്റെ കെയർടേക്കർ പയ്യനെ വിളിച്ചിട്ട് പറഞ്ഞിടാ എന്റെ ഡോർ പൂട്ടിക്കിടക്കുക, ഞാൻ മോളിൽ നിന്ന് കാറ് ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തൊരു കീ ഉണ്ട്, അതെടുത്തിട്ട് തുറന്നാൽ മതി. എന്നാകുമ്പോൾ ഞാൻ വന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ കീ അവിടെ തന്നെ ഉണ്ട്. കീ ഒക്കെ ഇവിടെ വെച്ചിട്ടാണല്ലോ പോയേക്കുന്നത്. ഇതാരാ ഒരു പിടിയും കിട്ടുന്നില്ല. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരാൾ പറഞ്ഞു, ഞാൻ വന്നപ്പോ കീ പുറത്ത് കിടക്കുന്നു, ഞാൻ പിന്നെ പൂട്ടിയിട്ട് പോയി. ഞാൻ 2 ദിവസം അറിഞ്ഞില്ല ഇത് ആരാ ചെയ്തത്. ആരും ചോദിക്കാൻ പറ്റുമോ? കുറെ എണ്ണം താമസിക്കുന്ന ബിൽഡിംഗ് ഓരോരുത്തരും ചെന്ന് ചോദിക്കാൻ പറ്റുമോ ഈ റൂമിലുള്ളവരാണോ എന്റെ കീ റൂം പൂട്ടിയിട്ടത്? ആ കീ അവിടെ വെച്ചേരാ. ഇവരുടെ മുന്നോട്ട് പോകണമെങ്കിൽ മമ്മൂട്ടി ഫാൻ സർവീസ് ചെയ്യണം. ഓ അങ്ങനെയൊക്കെ പറയാതെ ആറാട്ടിനെ പ്രൊമോട്ട് ചെയ്ത കേരളത്തിൽ ഇത്രയും വലിയ സംഭവം ഉണ്ട്. ആറാട്ടിനെ നടക്കാവോ? ഇവിടെ അടുത്ത ഷോയ്ക്ക് ആറാട്ടണ്ണന്റെ ഒരു വോക്ക് അത് ഒരു എന്തോ പറയണ്ടേ, ഇവിടെ കണ്ടിട്ടില്ലാത്തൊരു കോസ്റ്റ്യൂം. പാരീസിൽ നിന്ന് ഇറക്കാം നമുക്ക്. കാശ് എത്ര വേണേലും ആറാട്ടം മുടക്കും. ഞാൻ പറയട്ടെ, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ആ പൈസ അടുത്ത ഷോയിൽ സ്പോൺസർഷിപ്പ് ആയിട്ട് തന്നോട്ടെ. അതല്ലല്ലോ, അങ്ങനല്ല. ഞങ്ങള് ഇങ്ങോട്ട് എത്ര പൈസയാണ് ജിമ്മാളെന്ന്. ഒരു മാസം ഒരു 10,000 രൂപ ചെലവുണ്ട്. എന്തോ ഒരു ഉടുപ്പ് മേടിക്കുന്നില്ല, പെട്രോൾ അടിക്കണ്ട, ആകെ പോകുന്നത് വരുന്നതാ. മോളിൽ കറങ്ങി കിടക്കും. ആരൊക്കെയോ അത് മേടിച്ചോണ്ട് പോകുന്നു. അതിനെ ആറാട്ടം നല്ല ഡ്രസ് മേടിച്ചിരുന്ന എന്താ കുഴപ്പം? സാധനം കേട്ടോ, ഹെവി സാധനം ഇട്ട് ഡ്രസ് നമുക്ക് സ്പോൺസർ ചെയ്യിപ്പിക്കാം. അടുത്ത ഷോ പറയാം. മമ്മൂട്ടി റാമ്പിൽ വന്ന അടിപൊളിയല്ലേ? മമ്മൂട്ടി റാമ്പിൽ വന്നാൽ ഭയങ്കര. മമ്മൂട്ടി വരുന്നവരല്ല, മമ്മൂട്ടി ഒന്നും അത്ര ഒക്കത്തില്ല. മമ്മൂട്ടി എപ്പോഴും ഫാഷനാ. അത് ആറാട്ടനാണ് അങ്ങനല്ല. എല്ലാം ആറാട്ടനാ. പുഷ്പയുടെ അന്ന് പുഷ്പ കോസ്റ്റ്യൂം ഇറങ്ങിയാലോ പടം കാണാൻ? നാളെ അല്ലേ? നാളെ കൊണ്ട് നടക്കത്തില്ലത് അല്ലെ? ഇങ്ങനെ വിചാരിച്ചത് നടന്നേനെ. അടുത്ത ഷോ എന്നാ പറയാം. അറിയത്തില്ലല്ലേ? അടുത്ത ഷോയ്ക്ക് ആറാട്ടണ്ട നമ്മൾ പോകുന്നു, പൊളിക്കുന്നു. അടുത്ത ഷോ ഉണ്ട്, ഡൽഹിയിലാണ്. ഡൽഹിക്ക് പോരെ, നാഷണൽ മീഡിയ കവറേജ്. അതെന്താ? പാസ്പോർട്ടിന്റെ ആവശ്യമില്ലല്ലോ. ഇല്ല, എന്നാലും അവിടെ വരെയൊക്കെ കൊണ്ടുപോയി തിരിച്ചു വന്നില്ലെങ്കിലോ? ദുബായിക്കാണ് ഇല്ല, തിരിച്ചു കിടാക്കേണ്ട ഗ്യാരണ്ടി ഞങ്ങൾ പോകും. ഏത് മണ്ണും ഒരുപോലെയാണ് ആറാട്ടം തന്നെ. എല്ലാം വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ഷോയ്ക്ക് യെല്ലോ ഡ്രസ്സിന്റെ ഒരു സംഭവം കിട്ടിയില്ലല്ലോ നമുക്ക് അല്ലേ?
എനിക്ക് ഏറ്റവും അത്രയും മതിയോ? ഇതൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഒരു വൈബുള്ള ഒരു സംഭവം വേണ്ടേ? ഞാനേ വേറൊരു കാര്യം പറയാം. ഞാൻ പറ്റേ ചെയ്താൻ രണ്ടിനും ഡാൻസ് ചെയ്യും. പിന്നെ ഞാൻ ഡാൻസ് കളിക്കുന്നു.